ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ 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 അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ 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 സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ. നിയമാവർത്തന പുസ്തകത്തെ നമ്മൾ തരംതിരിച്ചത് പ്രധാനമായും എങ്ങനെയാണ്? 3 മോശയുടെ പ്രഭാഷണങ്ങളായിട്ടാണ്. മോശ 3 തവണ സംസാരിക്കുന്നതായിട്ടാണ് നിയമാവർത്തനത്തെ നമ്മൾ ഡിവൈഡ് ചെയ്തത്. എന്നാൽ മറ്റൊരു തരത്തിൽ നിയമാവർത്തന പുസ്തകത്തെ വിഭജിക്കാം. നമുക്ക് നല്ല ഒരു ആത്മീയ സന്ദേശം തരും. മറ്റൊരു വിധത്തിൽ നിയമാവർത്തനത്തെ വിഭജിക്കാം. അതായത് നിയമാവർത്തന പുസ്തകത്തിൻ്റെ ഉള്ളടക്കം മുഴുവൻ പരിശോധിച്ചാൽ, ആ ഉള്ളടക്കം പരിശോധിക്കുമ്പോൾ, മോശയുടെ പ്രഭാഷണങ്ങളുടെ ഉള്ളടക്കം പരിശോധിക്കുമ്പോൾ, അത് പ്രധാനമായും 3 ദിശകളിലേക്കുള്ള നോട്ടമാണ്. അതായത് ജീവിതത്തെ, ഇസ്രായേൽ എന്ന ഒരു ജനതയുടെ ജീവിതത്തെ 3 ദിശകളിലേക്ക് നോക്കി മോശ വിലയിരുത്തുകയാണ്. ഒന്നാമത്തേത്, മോശ പിറകിലേക്ക് നോക്കുകയാണ്. ലുക്കിംഗ് ബാക്ക്വേർഡ്. മോശ ഇന്ന് വരെ ദൈവം ചെയ്ത കാര്യങ്ങൾ, ഇസ്രായേൽ എന്നൊരു ജനതയുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത കാര്യങ്ങൾ, ദൈവം എന്തെല്ലാം ചെയ്തു, പിന്നിലേക്ക് നോക്കുകയാണ്. പിന്നിലേക്ക് നോക്കി. രണ്ടാമതായിട്ട് മോശ മുന്നിലേക്ക് നോക്കുകയാണ്. അതാണ് നിയമാവർത്തനത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗം എത്തുമ്പോൾ, അവസാന ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മൾ കാണും, നിയമാവർത്തന പുസ്തകത്തിൻ്റെ അന്ത്യ അധ്യായങ്ങൾ അത് മുന്നിലേക്കുള്ള നോട്ടമാണ്. ഇനി അത് കൂടാതെ ഈ സാധാരണ മനുഷ്യൻ്റെ നോട്ടം എപ്പോഴും പിന്നിലേക്ക്, നമ്മുടെ ജീവിതം അതിനെയാണ് ഓർമ്മകൾ എന്ന് പറയും. ഓർമ്മകൾ. പിന്നിലേക്കുള്ള നോട്ടമാണ് എന്ത്? ഓർമ്മകൾ. മുന്നിലേക്കുള്ള നോട്ടമാണ് എന്ത്? സ്വപ്നങ്ങൾ. പിന്നിലേക്കുള്ള നോട്ടമാണ് ഓർമ്മകൾ, മുന്നിലേക്കുള്ള നോട്ടമാണ് ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ. ഇതെല്ലാം അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ പുറകിലേക്കും നോക്കും, മുന്നിലേക്കും നോക്കും. എന്നാൽ ഇത് കൂടാതെ ഈ പുസ്തകം മറ്റൊരു ദിശയിലേക്കൂടെ നോക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. അതാണ് എവിടേക്കുള്ള നോട്ടം? മുകളിലേക്കുള്ള നോട്ടം. ഇപ്പോൾ ഒരു ജീവിതത്തെ നമ്മൾ വിലയിരുത്തേണ്ടത്, ശ്രദ്ധിക്കുക, വളരെ ഫണ്ടമെൻ്റലായ പാഠമാണിത്. ഒരു ജീവിതത്തെ നമ്മൾ വിലയിരുത്തേണ്ടത് പിന്നിലേക്ക് നോക്കണം, മുന്നിലേക്ക് നോക്കണം, മുകളിലേക്കും നോക്കണം. എന്താണ് ഇതിൻ്റെ അർത്ഥം? പിന്നിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതം മുഴുവൻ സത്യസന്ധമായി നമ്മൾ വിലയിരുത്തിയാൽ, നമ്മുടെ ജീവിതത്തെ മുഴുവൻ പരിശോധിച്ചാൽ, സത്യത്തിൽ നമ്മുടെ ജീവിതം, നമ്മൾ പിന്നിട്ട വഴികൾ മുഴുവൻ പരിശോധിച്ചാൽ, അവിടെ നമ്മൾ കണ്ടുമുട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ദൈവത്തിൻ്റെ വിശ്വസ്തത. ഏത് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയോ, എല്ലാ ജീവിതങ്ങൾക്കും പറയാനുള്ള കഥ അതാണ്. ദൈവം വിശ്വസ്തനായിരുന്നു. നമ്മൾ വിശ്വസ്തരല്ലാതിരുന്നപ്പോഴും, നമ്മുടെ കാലിടറിയപ്പോഴും, നമുക്ക് പോരായ്മയും കുറവുകളും ബലഹീനതകളും വന്നപ്പോഴും നമ്മുടെ ദൈവം വിശ്വസ്തനായിരുന്നു. ഇതാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ സത്യസന്ധമായി വിലയിരുത്തിയാൽ, ജീവിതത്തിൻ്റെ ഗതകാലങ്ങളിലേക്കോ പിന്നാമ്പുറങ്ങളിലേക്കോ ഓർമ്മകൾ കൊണ്ടൊരു യാത്ര നടത്തിയാൽ, അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മകളെ നമ്മൾ അപഗ്രഥിച്ചാൽ കാണാൻ പോകുന്ന യാഥാർത്ഥ്യം അതാണ്. നമ്മുടെ ജീവിതം മുഴുവൻ ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ അടയാള കുറിപ്പുകളായിട്ട് മാറും. ദൈവം വിശ്വസ്തനായിരുന്നു. ഇതാണ് നമ്മൾ പിന്നീട് യഹോഷാഫാത്ത് എന്നൊരു രാജാവിനെ കാണും ദിനവൃത്താന്ത പുസ്തകത്തിൽ. 1 ദിനവൃത്താന്തം 20 വായിക്കണമെന്നില്ല. ഈ 1 ദിനവൃത്താന്തം 20 യഹോഷാഫാത്ത് യുദ്ധം വരുന്ന സമയത്ത് ദേവാലയമുറ്റത്ത് ആളുകളെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? ഇസ്രായേലിൻ്റെ ദൈവമേ, എങ്ങനെയാണ് നീ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ വഴി നടത്തി ഇവിടം വരെ എത്തിച്ചതെന്ന് ഞങ്ങൾ ഓർക്കുന്നു. അല്ലയോ ദൈവമേ, അങ്ങല്ലേ ഞങ്ങളെ ഈ ദേശത്തെത്തിച്ചത്. ഡിഡ് യു നോട്ട്? അങ്ങനെയാണ് ഇംഗ്ലീഷിൽ തുടങ്ങുന്ന സെൻറ്റൻസ്. ഡിഡ് യു നോട്ട്? നീ അങ്ങനെ ചെയ്തില്ലേ? നീ ഞങ്ങളെ എത്തിച്ചില്ലേ? നീ ഞങ്ങളോട് കരുണ കാണിച്ചില്ലേ? നീ ഞങ്ങളെ സഹായിച്ചില്ലേ? ഒന്ന് തിരിഞ്ഞു നോക്കിയ ജീവിതത്തിലേക്ക്.
ഇന്ന് വരെയുള്ള ജീവിതം നിങ്ങൾ ഏറ്റവും സത്യസന്ധമായി വിലയിരുത്തിയാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ദൈവം നിങ്ങളെ വഞ്ചിച്ചു, ദൈവം നിങ്ങളെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു, ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ നാശത്തിന് കാരണമായി? അങ്ങനെ ആർക്കും പറയാൻ പറ്റില്ല. ജീവിതത്തിൻ്റെ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളെ ഒരാൾ സത്യസന്ധമായി വിലയിരുത്തിയാൽ ആ വഴികളിലും ഊടുവഴികളിലും ഇടവഴികളിലും നിങ്ങൾക്ക് കണ്ടുമുട്ടാൻ പറ്റും വിശ്വസ്തയോടെ നിങ്ങളെ പരിപാലിച്ച ഒരു ദൈവത്തെ. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ഈ പുസ്തകം പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ ദൈവം എങ്ങനെ ഇടപെട്ടു എന്ന് മറക്കാൻ പാടില്ല. നിന്റെ ജീവിതത്തോട് ദൈവം എങ്ങനെ നിന്നോട് നീതി പുലർത്തി, സത്യസന്ധത പുലർത്തി, സ്നേഹം കാണിച്ചു, എങ്ങനെയാണ് ദൈവം നിന്നെ വഴി നടത്തിയത്, ഇത് മറക്കാൻ പാടില്ല. അപ്പോൾ എല്ലാ ജീവിതത്തിലും ഇതിൻ്റെ ഓർമ്മ വേണം. പ്രത്യേകിച്ച് ഇനിയുള്ള അധ്യായങ്ങളിൽ ഇത് പറയും, എന്നിട്ട് ഇത് മക്കളോട് പറയണമെന്ന് പറയും. ഞാൻ അതിലേക്ക് വരുമ്പോൾ അത് പറയാം. അപ്പോൾ ഈ ഒരു ഓർമ്മ ഉണ്ടാവട്ടെ. ഈശോ എന്താണ്, ഈശോ അന്ത്യത്താഴ മേശയിൽ വെച്ച് ശിഷ്യന്മാരോട് പറഞ്ഞ എന്താണ്? ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാം മറന്നോളൂ എന്നാണോ? എന്താ പറഞ്ഞേ? എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇത് മറക്കല്ലേ എന്നാ പറഞ്ഞേ, മറന്നുപോലെ എന്നാ പറഞ്ഞേ. 50-ാമത്തെ സങ്കീർത്തനത്തിൽ അത്ര നല്ലതല്ല, അത് പറയാൻ കേൾക്കാൻ അത്ര സുഖമില്ല, എങ്കിലും ഇങ്ങനൊരു വാക്യമുണ്ട്: ദൈവത്തെ മറക്കുന്നവരെ ഓർമ്മയിലിരിക്കട്ടെ, ഞാൻ നിങ്ങളെ സീവിടുവേൻ, ചീന്തിക്കളയും. ദൈവത്തെ മറക്കുന്നവരെ ഓർമ്മയിലിരിക്കട്ടെ, ഞാൻ നിങ്ങളെ ചീന്തിക്കളയും. കാണാതൊന്നും പഠിക്കണ്ട, എങ്കിലും അങ്ങനെ ഒരു വാക്യമുണ്ട്: ദൈവത്തെ മറക്കുന്നവരെ ഓർമ്മയിലിരിക്കട്ടെ, ഞാൻ നിങ്ങളെ ചീന്തിക്കളയും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തെ മറക്കാൻ പാടില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം വ്യക്തമായെന്ന് വിചാരിക്കുന്നു, ദൈവം നടത്തിയ വഴികൾ മറക്കരുത്. കൂടുതൽ വിശദീകരണം ആവശ്യമില്ലല്ലോ. രണ്ടാമത്തേത്, ദൈവം നമ്മളെ നയിക്കാൻ പോകുന്ന വഴികൾ ഓർക്കണം, അല്ലെങ്കിൽ ഈ ദൈവത്തിൽ നല്ല പ്രത്യാശ വെച്ച് ജീവിക്കണം. ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ, എന്ത് പ്രതിസന്ധി നിൽക്കുമ്പോഴും ഇത് ശരിയാവില്ല, ഇത് നടക്കില്ല, ഓ ഒന്നും ഗുണം പിടിക്കാൻ പോകുന്നില്ല, ഓ ഇത് ശരിയാ, ഇങ്ങനെ പറയരുത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം വായിക്കുമ്പോൾ, ഇപ്പോൾ വായിക്കണ്ട, സമയം കിട്ടുമ്പോൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും, വലിയൊരു ജനക്കൂട്ടത്തെ, വലിയൊരു ജനാവലി തൻ്റെ പക്കലേക്ക് അടുത്ത് വരുന്നത് കണ്ടിട്ട് ഈശോ ശിഷ്യന്മാരോട് ചോദിച്ചു. ശിഷ്യന്മാരിൽ ഈശോ ചോദിച്ചത് ഫിലിപ്പോസിനോടാണ്: ഫിലിപ്പോസേ, എങ്ങനെയാണ് ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്? നമ്മൾ ഇവർക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കും? ആ സമയത്ത് ഫിലിപ്പോസ് പറയും, 200 ദനാറയ്ക്ക് ഭക്ഷണം വാങ്ങിച്ചാൽ പോലും യുവമാർക്കെല്ലാം കൂടെ തികയില്ല. എന്താണ് ഫിലിപ്പോസ് പറഞ്ഞത്? ഇത് നടക്കില്ല. 200 ദനാറയ്ക്കുള്ള ഭക്ഷണം വാങ്ങിയാൽ പോലും, അപ്പം വാങ്ങിയാൽ പോലും ഇതുങ്ങളെ തീറ്റി തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. 200 നോയാണ് ഫിലിപ്പോസ് പറഞ്ഞത്. 200 നോ, നടക്കില്ല. അപ്പൊ കർത്താവ് ഈശോ മിശിഹാ അന്ത്രയോസിനെ നോക്കി. അന്ത്രയോസ് ഇങ്ങനെ കണ്ണിറുക്കി കാണിച്ചിട്ട് പറഞ്ഞു, ഞാൻ ക്രിസ്ത്യൻ ടീമിലെ അംഗമാണ്, കുട്ടികളുടെ കൂടാണ് എൻ്റെ ശുശ്രൂഷ, അന്ത്രയോസിൻ്റെ. അപ്പോൾ അന്ത്രയോസ് പിള്ളേരുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കൊച്ചൻ്റെ ബാഗിൽ നിന്ന് നല്ല മീൻ വറുത്ത മണം വരുന്നു. അല്ലേ, വളരെ എളുപ്പത്തിൽ പടർന്നു പിടിക്കുന്ന ഒരു മണമാണ് മീൻ വറുത്ത മണം. ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നുണ്ടില്ലേ? മീൻ വെട്ടീൻ്റെ നാറ്റം വരെ കയ്യിൽ നിന്ന് വരുന്നുണ്ട്, എന്നിട്ട് വരെ അറിയാത്ത പോലെ ഇരിക്കാൻ. അപ്പോൾ നല്ല മീനിൻ്റെ മണം. അപ്പോൾ ഇവൻ ബാക്കി എല്ലാവരുടെ അടുത്തു നിന്ന് മാറിയിട്ട് ഈ കൊച്ചൻ്റെ അടുത്തോട്ട് മാറിയിരുന്നു. അവൻ്റെ പേരെന്താ? അപ്പോൾ പേരൊക്കെ പറഞ്ഞു നല്ല മണം വരുന്നല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ ബാഗിൽ 5 അപ്പവും 2 മീനും ഉണ്ടെന്ന് പറഞ്ഞു. മോന് വെള്ളം കുടിക്കാൻ വേണമെന്ന് ചോദിച്ചു. വേണം അങ്കിളെ, കുറച്ച് നേരമായിട്ട് ദാഹിച്ചിരിക്കാൻ. വരാൻ പറഞ്ഞു. അവനെ കൊണ്ട് പതുക്കെ പുറകോട്ട് പോയിട്ട് പറഞ്ഞു, മോനെ ഈ പിള്ളേരെല്ലാം കള്ളന്മാരാണ്, കള്ളക്കൂട്ടങ്ങളാണ്, അങ്കിള് പിടിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അങ്കിളുടെ കയ്യിൽ ഈ ബാഗുണ്ട്. അപ്പോൾ അന്ത്രയോസ് കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു, കർത്താവേ, നിങ്ങൾ ഓർക്കണം, ഇഷ്ടംപോലെ 10,000 ആളുകൾ സമ്മേളിച്ചിരിക്കുന്ന ഒരു മരുഭൂമിയിലാണ്. അന്ത്രയോസ് ഈശോയെ നോക്കിയിട്ട് പറയുകയാണ്, ഈശോയെ, ഒരു ബാലൻ്റെ കയ്യിൽ നിന്ന് 5 അപ്പവും 2 മീനും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്, അതെൻ്റെ കയ്യിലുണ്ട്. കണ്ടോ, 2 കാഴ്ചപ്പാടുകളാണ്. ഒരാൾ പറയുന്നത് 200 ദനാറയ്ക്ക് അപ്പം വാങ്ങിയാൽ പോലും ഏതാണ്ട് ഒരു വർഷത്തിലെ 365 ദിവസത്തിലെ 3/4 പങ്കും ദിവസങ്ങൾ, ഒരു 75% ഡേയ്സ് ജോലി ചെയ്താൽ കിട്ടുന്ന അത്രയും പൈസയാണ് 200 ദനാറ.
എന്ന് പറഞ്ഞാൽ ജനുവരി മുതൽ ഒരു ഒക്ടോബർ വരെയൊക്കെ നിങ്ങൾ ജോലി ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന എത്രയും ശമ്പളം ഉണ്ടോ അത്രയുമാണ് 200 ധനാറ. അപ്പം അത്രയും ധനാറയ്ക്ക് അപ്പം വാങ്ങിച്ചാൽ പോലും ഇതുങ്ങളെ തൃപ്തിപ്പെടുത്താൻ പറ്റുമോ എന്ന് ആകുലപ്പെട്ട് നിൽക്കുന്ന ശിഷ്യൻ ഒരു വശത്ത് നിൽക്കുമ്പോൾ അന്ത്രയോസ് പറയുകയാണ്, കർത്താവേ, എൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്. 2 കാഴ്ചപ്പാടാണ്. ജീവിതം എത്ര ഹോപ്പ്ലെസ് ആയിട്ട് നിൽക്കുമ്പോഴും ഒരിക്കലും പറയരുത് ഇത് ശരിയാവില്ല, ഇത് രക്ഷപ്പെടില്ല, ഇത് നന്നാവാൻ പോണില്ല, ഞങ്ങളുടെ നാശം ഇങ്ങനെ തന്നെ ആയിരിക്കും, ഇതിൻ്റെ തല കണ്ടേ പിന്നെ ഗുണം വന്നിട്ടില്ല, ഇങ്ങനെ പറയരുത്. എങ്ങനെ പറയേണ്ടതെന്നറിയാമോ? ഇത് ശരിയാവും, കർത്താവ് ഞങ്ങൾക്ക് വീട് തരും, ദൈവം ഞങ്ങളുടെ കണ്ണുനീര് മാറ്റും, ഇതെല്ലാം മാറും, ഈ പ്രശ്നം മാറും, കർത്താവ് ഞങ്ങളെ ഉയർത്തും, എല്ലാം അനുഗ്രഹമാവും. ഇങ്ങനെ പറയണം. ഇങ്ങനെ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ വചനം മത്തായിയിൽ. നമ്മൾ നേരത്തെ പഠിച്ചാണത്. നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടും. അപ്പം ഈ വാക്കിന് ശക്തിയുണ്ട്, വാക്കിന് ഭയങ്കര ശക്തിയുണ്ട്. നമ്മുടെ വാക്കിന് ശക്തിയുണ്ട്, ദൈവവചനത്തിന് അതിനേക്കാൾ ശക്തിയുണ്ട്. ഈ ബൈബിളിലെ വാക്യങ്ങളുടെ ശക്തി നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ഈ സ്ഥലത്ത് ആദ്യമായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ GPS വെച്ചാണ് നിങ്ങൾ വന്നതെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങൾക്ക് വഴി തെറ്റിയിട്ടുണ്ടാവും. ആണോ? നിശ്ചയമായിട്ടും GPS വെച്ച് വന്ന ഒരു 98% ആളുകൾക്ക് ഇവിടെ വരാനുള്ള വഴി തെറ്റിയിട്ടുണ്ട്. അപ്പോൾ വഴി തെറ്റിപ്പോയി. ഇപ്പം നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലം, കേരളത്തിലെ സ്ഥലമാണ് നിങ്ങൾ ഓർക്കണം, തിരുവനന്തപുരത്തെ ഒരു സ്ഥലമാണ് നിങ്ങൾ ഓർക്കണം. അപ്പോൾ തിരുവനന്തപുരത്തെ തലസ്ഥാന നഗരത്തെ ഒരു സ്ഥലത്തിലെത്താൻ പോലും നമുക്ക് വഴി തെറ്റും. അത്രയ്ക്ക് അറിയാൻ പാടില്ലാത്ത അത്ര വിശാലമാണ് ഭൂമി. അപ്പോൾ ഒരു പഞ്ചായത്ത്, ഒരു പഞ്ചായത്തിലെ വാർഡുകൾ, പിന്നെ ഒരു ജില്ല, പിന്നെ അത് കഴിഞ്ഞിട്ട് പല ജില്ലകൾ ചേർന്നൊരു സംസ്ഥാനം, പിന്നെ കേരളം. ഇപ്പം കേരളം തന്നെ എന്തോരം വലുതാണ്. കേരളത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് യാത്ര ചെയ്യാൻ ഒരു ദിവസത്തിൽ കൂടുതൽ വേണം. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ചെയ്താൽ എറണാകുളത്ത് എത്താൻ പോലും 5 മണിക്കൂർ വേണം. ഇനി ഇടുക്കി ഭാഗത്തേക്ക് പോയാൽ ഇന്ന് വൈകുന്നേരം ചെല്ലുമ്പം, ഇനി കണ്ണൂർ കാസർഗോഡൊക്കെ പോയാൽ രാത്രിയാവും, അല്ലെ നാളെ വെളുപ്പിനെയാവും. അപ്പം അത്രയ്ക്ക് വലുതാണ് കേരളം പോലും. പിന്നെ കേരളത്തേക്കാൾ വലിപ്പമുള്ള തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, പിന്നെ ഈ സംസ്ഥാനങ്ങളെല്ലാം കൂടി. ഇന്ത്യ തന്നെ എന്തോരം വലിപ്പമുണ്ട്. ഇന്ത്യയുടെ 4 ഇരട്ടി വലിപ്പമുണ്ട് കാനഡ. ഇന്ത്യയുടെ 4 ഇരട്ടി വലിപ്പമുണ്ട് കാനഡ. ഇന്ത്യ എന്നൊക്കെ പറഞ്ഞാൽ ചെറുതാണ്. അപ്പോൾ ഇന്ത്യ, ചൈനയുടെ കാര്യം പറയാനുണ്ടോ? ചൈന, പിന്നെ ഒരുപാട് രാജ്യങ്ങൾ, ഏഷ്യ, ആഫ്രിക്ക, അമേരിക്ക, ഓസ്ട്രേലിയ, ഈ ഭൂഖണ്ഡങ്ങളെല്ലാം കൂടെ, യൂറോപ്പ്. എന്തു വലുതാണിത് അല്ലേ? ഇത്രയും വലിയ ഭൂമി. ആ ഭൂമിയുടെ 30 ലക്ഷം ഇരട്ടി വലിപ്പമുണ്ട് സൂര്യന്. പപ്പടവട്ടത്തിൽ തലയ്ക്ക് മേളിൽ കാണുന്ന ആ ചങ്ങാതിക്ക് ഈ ഭൂമിയുടെ 30 ലക്ഷം ഇരട്ടി വലിപ്പമുണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ 30 ലക്ഷം ഭൂമികളെ സൂര്യനകത്ത് എടുത്തു വെക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. തലവേനെടുക്കുന്നെങ്കിൽ ആലോചിക്കണ്ട. ഭയങ്കര എന്തോ ഒരു വലിയ ഭൂമി, ബ്രഹ്മാണ്ട കടാഹം, വലിയ ഈ പ്രപഞ്ചം. അപ്പം ഭൂമിയുടെ കാര്യം പറയാം. ഈ ഭൂമിയുടെ എത്രയോ ഇരട്ടി വലിപ്പമുള്ള സൂര്യൻ. പിന്നെ സൂര്യൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു പന്ത് പോലെ ഉള്ളൂ, ചെറിയൊരു കൈപ്പന്ത് പോലെ. സൂര്യനേക്കാൾ എത്രയോ കോടി ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രങ്ങൾ വേറെയുണ്ട്. നമ്മൾ ഉൾപ്പെടുന്ന ഈ സൗരയൂഥം, ഈ ഗാലക്സി, ആ സൗരയൂഥം പോലെ ദശലക്ഷക്കണക്കിന് സൗരയൂഥങ്ങൾ വേറെ. ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര വലിയ പ്രപഞ്ചം. ആ പ്രപഞ്ചത്തെ മുഴുവൻ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക, ഒറ്റ വാക്കുകൊണ്ട് ഉണ്ടാക്കിയവൻ്റെ വാക്കാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിൽ ഉള്ളത്. ഇത് ദൈവത്തിൻ്റെ വാക്കാണെന്ന്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഒരു വാക്കുകൊണ്ട്, എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യ മസ്തിഷ്കത്തിൽ, മനുഷ്യൻ്റെ ബ്രെയിനിൽ അവന് കൺസീവ് ചെയ്യാൻ പോലും പറ്റാത്തത്ര വലിയ പ്രപഞ്ചത്തെ മുഴുവൻ. ഇനി ദൈവത്തിൻ്റെ ശക്തി മുഴുവൻ ഉപയോഗിച്ച് പ്രപഞ്ചം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അല്ലെങ്കിൽ പ്രപഞ്ചം ഉണ്ടാക്കിയപ്പോൾ ദൈവത്തിൻ്റെ ശക്തി തീർന്നോ?
അപ്പം ദൈവം ഈ പ്രപഞ്ചം മാത്രം ഉണ്ടാക്കാൻ ശക്തിയുള്ള ആളാണോ? അല്ല. എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിൻ്റെ ഒരംശം പോലും ശക്തി എടുക്കേണ്ടി വന്നിട്ടില്ല ഭൂമി ഉണ്ടാക്കാൻ, പ്രപഞ്ചം ഉണ്ടാക്കാൻ. അപ്പം നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്തത്ര വലിയ ഒരു ദൈവത്തിൻ്റെ ശക്തമായ വാക്കാണ്, ആ വാക്കാണ് ഈ വചനം. അതുകൊണ്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ദൈവവചനത്തിന് ശക്തിയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വാക്കിന് ശക്തിയുണ്ട്. വാക്കിന് ശക്തിയുണ്ട്. അതുകൊണ്ടൊരു വിശ്വാസി ഒരിക്കലും നിരാശപ്പെട്ട വാക്ക് പറയരുത്, തളരുന്ന വാക്ക് പറയരുത്. പൗലോസ് എഫേസ്യ ലേഖനത്തിൽ പറയും, വ്യർത്ഥ ഭാഷണത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് പറഞ്ഞിട്ട് പറയും, കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പകരുന്ന വിധത്തിൽ അങ്ങനെയുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകളെ പറയാവൂ. തളർത്തുന്ന വാക്കുകൾ പറയരുത്, മടുപ്പിക്കുന്ന വാക്ക് പറയരുത്. ഇപ്പോൾ വീട്ടിലാണ് എത്ര ഹോപ്പ്ലെസ് ആയിട്ട് നിൽക്കുമ്പോഴും, എത്ര സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും, കർത്താവ് ഇത് ശരിയാക്കും, ദൈവം ഇത് മാറ്റിത്തരും, ദൈവത്തിന് ഇത് അസാധ്യമല്ല, ദൈവത്തിന് ഇത് അസാധ്യമല്ല. വേണമെങ്കിൽ ഇത് കാണാതെ പഠിച്ചോ, നല്ലൊരു വചനം പറഞ്ഞുതരാം. ജോബ് 42:2. ജോബ് 42:2. കർത്താവേ, അങ്ങക്കെല്ലാം സാധ്യമാണെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശത്തെയും ആർക്കും തടയാനാവില്ലെന്നും ഞാൻ അറിയുന്നു. ജോബ് 42:2. കർത്താവേ, വായിച്ചേ. കർത്താവേ, അങ്ങേക്കെല്ലാം സാധ്യമാണെന്നും അങ്ങേക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാനാവില്ലെന്നും ഞാൻ അറിയുന്നു. ഒന്നുകൂടെ ഉച്ചത്തിൽ പറഞ്ഞത്. കർത്താവേ, അങ്ങേക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശത്തെയും തടയാനാവില്ലെന്നും ഞാൻ അറിയുന്നു. അതാണ്. ഇനി ലൂക്ക 1:37. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല, ദൈവത്തിനൊന്നും അസാധ്യമല്ല, അല്ലേ? യെശയ്യാ 59:1. അത് വായിച്ചേ. യെശയ്യാ 59:1 വായിച്ചേ. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. അപ്പം ഇതെല്ലാം എന്താ പറയുന്നത്? നമ്മൾ നിരാശപ്പെട്ട വാക്കുകൾ പറയരുത്. അപ്പം അതുകൊണ്ട് മോശ പ്രത്യാശയോടെ മുന്നിലേക്ക് നോക്കുകയാണ്. പ്രത്യാശയോടെ മുന്നിലേക്ക് നോക്കിയിട്ട് പറയാണ്, ദൈവം നിങ്ങളെ ആ ദേശത്ത് എത്തിക്കും, നിങ്ങളവിടെ കാലുറപ്പിക്കും, അവിടെ നിങ്ങളുടെ മക്കൾക്ക് അഭിവൃദ്ധി ഉണ്ടാവും, അവിടെ നിങ്ങൾക്ക് യാതൊരു അനർത്ഥവും വരികയില്ല. ഒരു വഴിയിലൂടെ അവർ നിങ്ങളുടെ അടുക്കിലേക്ക് ശത്രുക്കൾ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. അങ്ങനെ ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശ്വാസത്തോടെ പറയണം. വിശ്വാസത്തോടെ. വീട്ടിലിരുന്ന് മടുപ്പിക്കുന്ന നിഷേധാത്മകമായ നിരാശപ്പെട്ട വാക്കുകൾ പറയരുത്, നെഗറ്റീവായ കാര്യങ്ങൾ പറയരുത്. പറയണോ വേണ്ടത് ഇങ്ങനെ ആലോചിക്കുകയാണ്. പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ ഭയങ്കര പവറാണ് അതിന്. ഒന്നുകൂടെ പറയാം. എന്നോടൊരു മനുഷ്യൻ പറഞ്ഞു, സൗദി അറേബ്യയിൽ ഒരു 7 മണിക്കൂർ ഡ്രൈവ് ചെയ്താലേ അദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധമായി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്താൻ പറ്റൂ. ഇപ്പം മരുഭൂമിയിലൂടെ ഡ്രൈവ് ചെയ്ത് പോകണം, ഒറ്റയ്ക്കായിരിക്കും. അപ്പോൾ 7 മണിക്കൂർ 8 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, അച്ഛാ ഞാൻ യൂട്യൂബിൽ ടോക്ക് ഇട്ടോ അല്ലെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് ഫോണിലിട്ടിരിക്കുന്നത് പ്ലേ ചെയ്തോ, അത് കേട്ടിട്ടാണ് ഞാൻ പോകുന്നത്. എന്നിട്ട് അതേ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിനി നിങ്ങളോട് പറയാൻ പോകുന്നൊരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഞാൻ ഒത്തിരി തവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഇനി പറയാൻ പോകുന്നത്. അത് കേട്ടപ്പോൾ അദ്ദേഹം മരുഭൂമിയിൽ വിജനമായ അദ്ദേഹം വണ്ടി നിർത്തിയിട്ടിട്ട് വിട്ട് കരഞ്ഞു എന്ന് പറഞ്ഞു. കരച്ചിൽ വരാൻ പോകുന്ന കാര്യമൊന്നുമല്ല ഞാൻ പറയാൻ പോകുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ആ ബോധ്യം കിട്ടിയപ്പോൾ, ആ വെളിപ്പെടുത്തൽ കിട്ടിയപ്പോൾ അദ്ദേഹം വിട്ട് കരഞ്ഞു. അതെനിക്ക് ഭയങ്കര ശക്തി തന്നു എന്നൊരു മനുഷ്യൻ എന്നോട് പറഞ്ഞു. അതെന്തെന്നറിയാമോ? എൻ്റെ അടുത്ത് ഒരു മനുഷ്യൻ വന്നു. അത് ലോട്ടറി കച്ചവടക്കാരനാണ്, ഇവിടെ അടുത്ത് ഒരു സ്ഥലത്തു നിന്നാണ്. അത് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഒരു കത്ത് തരാമോ എന്ന് ചോദിച്ചു. കത്തെന്തിനാണ്? സാധാരണഗതിയിൽ നമ്മൾ അച്ഛന്മാരുടെ കത്ത് വാങ്ങിക്കാൻ ജനം വരുന്നത് അഡ്മിഷൻ, ജോലി, റെക്കമെൻഡേഷനാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇദ്ദേഹത്തിന് ഭാര്യയില്ല, മക്കളില്ല. അപ്പം ഇദ്ദേഹം ജോലിക്കൊന്നും പോകാനുള്ള അങ്ങനെ ഒരു സാധ്യതയുള്ള ആളല്ല. എന്തിനാണാവോ കത്ത് ചേട്ടാ? അദ്ദേഹം പറഞ്ഞു, അച്ഛാ ഞാൻ രാവിലെ മുതൽ ഉച്ചവരെ ലോട്ടറി കച്ചവടം നടത്തുകയാണ്, അതെനിക്കറിയാം.
അച്ഛനറിയാം എൻ്റെ ഭാര്യ മരിച്ചു പോയെന്നറിയാമോ? അറിയാം. എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ എന്നറിയാവോ? അറിയാം. ഞാനാണ് എൻ്റെ അമ്മയെ നോക്കുന്നതെന്നറിയാവോ? അറിയാം. ഞാൻ ലോട്ടറി കച്ചവടം നടത്തിയ അറിയാം, അതെല്ലാം അറിയാം. എന്നാൽ അച്ഛനറിയാത്തൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഉച്ച വരെ ലോട്ടറി വിറ്റിട്ട് ഉച്ച കഴിഞ്ഞ് ഞാൻ വീടാന്തരം കയറി ഇറങ്ങി പ്രാർത്ഥിക്കാൻ പോകുമെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷം വന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ, എൻ്റെ ഇടവകയിലെ മുത്താണ് ചേട്ടൻ, മുത്താണ് ജോയ്, സ്വത്താണ് ജോയ്. ജോയ് എന്നല്ല അദ്ദേഹത്തിൻ്റെ പേര് വേറെയാണ്. അപ്പോൾ അദ്ദേഹം, ഞാൻ പറഞ്ഞു എൻ്റെ ഇടവകയിലെ മുത്താണ് അദ്ദേഹം. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരാൾ എൻ്റെ പള്ളിയിലുണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ലല്ലോ. അപ്പോൾ എന്നാ കത്തെന്തിനാണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഓരോ വീട്ടിലും കയറി ഇറങ്ങുമ്പോൾ വെള്ളയൊക്കെ ഇട്ടാണ് അദ്ദേഹം നടക്കുന്നത്. ഓരോ വീട്ടിലും കയറി ഇറങ്ങുമ്പോൾ ആളുകൾ എന്നോട് ചോദിക്കും, ഏത് സഭയിൽപ്പെട്ട ആളാണ്? കത്തോലിക്കര്? നോ 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 കത്തോലിക്കർ ഇങ്ങനെ വീടാന്തരം കയറി പ്രാർത്ഥിക്കാൻ നടക്കില്ലല്ലോ. അവർ കുറച്ചുകൂടെ അന്തസ്സുള്ള ആളുകളല്ലേ. അവരിങ്ങനെ വീടാന്തരം വീട്ടിൽ തന്നെ പ്രാർത്ഥിക്കാത്തവരാണ്. പിന്നല്ലേ വീടാന്തരം കയറി. അപ്പോൾ അല്ലല്ല കത്തോലിക്കരല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കത്തോലിക്കരാണ് ഡാനിയേലച്ചൻ. പിന്നെ ഏത് ഡാനിയേലച്ചൻ? ഞങ്ങൾ വിശ്വസിക്കില്ല. ഇങ്ങനെ തട്ടിപ്പേർ ഇറങ്ങിയിട്ടുണ്ടെന്ന് ഡാനിയേലച്ചൻ ഒരു പ്രസംഗത്തിൽ പറഞ്ഞ് ഞാൻ കേട്ടായിരുന്നു. ഞാൻ കത്തോലിക്കൻ. നിങ്ങൾ കത്തോലിക്കരല്ല, പോയെ ഇറക്കി വിടും. അദ്ദേഹം പറയാണ്, അച്ഛ, ഞാൻ കത്തോലിക്കനാണെന്നും ഞാൻ അച്ഛൻ്റെ ഇടവകയിൽപ്പെട്ട ആളാണെന്നും ഞാനൊരു കള്ളനല്ലെന്നും എഴുതാ. ഞാൻ പറഞ്ഞു, ചേട്ടൻ ഓരോ വീട്ടിലും കയറി എന്താ ചെയ്യുന്നേ? അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ വീടാന്തരം കയറി ഇറങ്ങി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പറഞ്ഞു, എന്താ ഈ പ്രാർത്ഥിക്കുന്നേ? അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ആ വീട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞു, ചേട്ടൻ എന്താ പ്രാർത്ഥിക്കുന്നതെന്ന് അറിയാതെ ഞാനൊരു കത്തെഴുതി തന്നിട്ട് നാളെ എന്തെങ്കിലും പുലിവാലുണ്ടായാൽ ഇപ്പം തന്നെ ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നമുണ്ട്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഇങ്ങനെ ഒരു ഡെമോ പ്രാർത്ഥന ഒന്ന് നടത്തിക്കേ. എങ്ങനെ പ്രാർത്ഥിക്കുന്നേ? ചേട്ടൻ വീട്ടിൽ കയറി, ഇപ്പോൾ ഞാനൊരു വീട്ടുകാരനാണെന്ന് വിചാരിക്കാം. എൻ്റെ വീട്ടിലേക്ക് ചേട്ടൻ വന്നിരിക്കുകയാണ്, ഇപ്പോൾ പ്രാർത്ഥിക്കും. അപ്പം ഞാൻ കസേര ഇരിക്കുകയായിരുന്നു, ആ ചേട്ടനെ ഇരിക്കുകയായിരുന്നു. അതേ എഴുന്നേറ്റു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എഴുന്നേക്കാൻ പറഞ്ഞു, സ്റ്റാൻഡപ്പ്. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ ഞാൻ സുന്ദരമായ പ്രാർത്ഥനകൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. ചില പ്രാർത്ഥനകൾ ചിലർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ തന്നെ അപ്പം തന്നെ റേഞ്ച് മാറും. ചില മനുഷ്യരുടെ പ്രാർത്ഥന അങ്ങനെയാണ്. അപ്പോൾ ഈ മനുഷ്യൻ പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് തുടങ്ങി. അസാധാരണമായ ഒരു പ്രഭാവം, ഒരു വലയം, ദൈവിക ശക്തി അവിടെ ഉണ്ടാവുന്നതായിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി. അപ്പം ഞാൻ ആ പ്രാർത്ഥനയിൽ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ അദ്ദേഹം എനിക്ക് വേണ്ടി, എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി, പിന്നെ പള്ളിക്ക് വേണ്ടി, യാത്രയ്ക്ക് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഞാനുമായി ബന്ധപ്പെട്ട ഒത്തിരി സമയമെടുത്തു. ഞാനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവസാനം ഈ മനുഷ്യൻ പറഞ്ഞൊരു വാചകം. അദ്ദേഹം പറഞ്ഞു, കർത്താവേ, ഈ പാവപ്പെട്ടവൻ ഇവിടം വിട്ടു പോവുകയാണ്. ഞാൻ ഇവിടെ നിന്ന് പോയാലും ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ശബ്ദം ഇവിടെ നിലനിൽക്കും. കർത്താവേ, ശബ്ദം നശിക്കുന്നില്ല, ശബ്ദം ഇല്ലാതാകുന്നില്ല, ശബ്ദത്തെ നശിപ്പിക്കാൻ പറ്റില്ല. ഞാൻ ഇവിടം വിട്ടിറങ്ങിയാലും, ഈ അച്ഛൻ ഇവിടം വിട്ടിറങ്ങിയാലും, ഞാൻ ഈ അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥനയുടെ ശബ്ദം ഈ അന്തരീക്ഷത്തിൽ കിടന്ന് അച്ഛന് വേണ്ടി നിലവിളിക്കുമെന്ന് അപ്പാ എനിക്കുറപ്പുണ്ട്. അച്ഛന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ നാമത്തിൽ ഞാൻ ഉപസംഹരിക്കുന്നു, സമാപിപ്പിക്കുന്നു. ഇങ്ങനെയാണ് ഉപസംഹരിക്കുന്നു തന്നെ അയാൾ പറയുന്നത് കേട്ടോ. ഞാൻ അങ്ങനെ പറഞ്ഞാൽ ഇത് അവസാനിപ്പിക്കും. എൻ്റെ പ്രാർത്ഥന ഞാൻ ഉപസംഹരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇതേ അങ്ങ് നിർത്തി. എൻ്റെ ദൈവമേ, എന്തായി പറയുന്നേ? ശബ്ദം നശിക്കുന്നില്ല, ശബ്ദം ഇല്ലാതാവും. എനിക്കത് തന്ന ഒരു വെളിപാട് ഭയങ്കരമാണ്. അപ്പോഴാണ് എനിക്ക് കുടുംബ പ്രാർത്ഥനയുടെ അർത്ഥം ശരിക്കും മനസ്സിലായത്. അതായത് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ശബ്ദം അന്തരീക്ഷത്തിൽ കിടക്കുമെന്ന്. അപ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ശബ്ദം അന്തരീക്ഷത്തിൽ കിടക്കും. ഇപ്പം ഇവിടെ ഇഷ്ടംപോലെ പ്രാർത്ഥന നടന്നാൽ ഇവിടെ കയറി വരുന്ന ഒരാൾ ആ പ്രാർത്ഥനയുടെ ശബ്ദ തരംഗങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്കാണ് കയറുന്നത്. എനിക്ക് പെട്ടെന്ന് മനസ്സിലായി എന്തുകൊണ്ടാണ് നിങ്ങൾ വേളാങ്കണ്ണി പോയി പ്രാർത്ഥിക്കുമ്പോൾ വേഗം നിങ്ങളുടെ കാര്യം നടക്കുന്നത്, ധ്യാന കേന്ദ്രങ്ങളിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ വേഗം നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നത്, ചില തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ. കാരണം എന്താണ്? 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥനയുടെ ശബ്ദം ആ അന്തരീക്ഷത്തിൽ കിടപ്പുണ്ട്, പ്രാർത്ഥന കിടപ്പുണ്ട് അവിടെ. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പറയുന്ന വാക്കുകളൊന്നും നശിക്കുന്നില്ല. ശുദ്ധമായ ശാസ്ത്രമാണത്. നമ്മൾ പറയുന്ന ഒരു വാക്കും നശിക്കുന്നില്ല.
ഇപ്പൊ ഇവിടെ പ്രഘോഷിക്കപ്പെട്ട എത്ര വർഷമായിട്ട് ഇപ്പൊ ഇവിടെ വചനം പഠിപ്പിക്കുന്നു, അത് മുഴുവൻ ഈ അന്തരീക്ഷത്തിലുണ്ട്. നാളെ ഒരു കാലത്ത് ഏതെങ്കിലും ഒരു മസ്തിഷ്കം വളർന്ന ഒരു ശാസ്ത്രജ്ഞൻ, കുറച്ചുകൂടെ ബൗദ്ധിക വൈഭവമുള്ളൊരു മനുഷ്യൻ അന്തരീക്ഷത്തിലെ ശബ്ദങ്ങളെ ഇഴതിരിച്ചെടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഡിവൈസ്, ഒരു മെഷീൻ കണ്ടുപിടിച്ചാൽ നാളെ നിങ്ങൾക്ക് ഞാനിവിടെ 2 കൊല്ലം മുമ്പ് പ്രസംഗിച്ച കാര്യങ്ങൾ ഡീകോഡ് ചെയ്തെടുക്കാം ഈ അന്തരീക്ഷത്തിൽ നിന്ന്. ഇവിടെ കിടപ്പുണ്ടത്. അങ്ങനെയാണെങ്കിൽ 2000 വർഷം മുമ്പ് ഗലീലയിലും യൂദയായിലും സഞ്ചരിച്ച് ഈശോ മിശിഹ പറഞ്ഞ ശബ്ദം ജെറുസലേമിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നും ഗലീലയുടെ അന്തരീക്ഷത്തിൽ നിന്നും നിങ്ങൾക്ക് പിടിച്ചെടുക്കാം. നാളെ ഒരു കാലത്ത് നമ്മുടെ മക്കൾ യേശുക്രിസ്തുവിൻ്റെ സ്വരം കേട്ടു എന്ന് പറഞ്ഞാൽ സംശയിക്കൊന്നും വേണ്ട. അങ്ങനെ ശാസ്ത്രം പുരോഗമിക്കുമ്പോൾ ഇതിനെയെല്ലാം വേർതിരിച്ചെടുക്കാം. ഒന്നും നശിച്ചിട്ടില്ല, ഊർജം നശിക്കില്ല, ഊർജത്തെ നശിപ്പിക്കാൻ പറ്റില്ല, എല്ലാം അവിടെ കിടപ്പുണ്ട്. അപ്പം അങ്ങനെ ആകുമ്പോൾ പറഞ്ഞൊരു വാക്ക് അവിടെ കിടപ്പുണ്ട്, പറഞ്ഞ ഓരോ കെട്ട വാക്കിൻ്റെയും കെട്ട ഊർജം, നെഗറ്റീവ് എനർജി അവിടെ കിടപ്പുണ്ട്. വീട്ടിലിരുന്ന് പറഞ്ഞ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളെല്ലാം അവിടെ കിടപ്പുണ്ട്. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ വീട്ടിലിരുന്ന് ആളുകളെ വിധിച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ചു, കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് വെച്ചു, നമ്മളൊരു സ്ഥലത്തിരുന്ന് ആളുകളെ വിധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിധി മുഴുവൻ ഈ അന്തരീക്ഷത്തിൽ കിടപ്പുണ്ട്. വിധി പറഞ്ഞ നമ്മളും മറന്നു, നമ്മൾ കുമ്പസാരിച്ച് നമ്മളും മറന്നു. പക്ഷെ നിങ്ങൾ വിധിച്ചാൽ, നമ്മൾ വിധിച്ച ഓരോ വിധി വാചകവും നമ്മൾ അത് എവിടെ വിതച്ചോ അവിടെ കിടപ്പുണ്ട്. അതിങ്ങനെ എപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. നമ്മുടെ കുറ്റം കണ്ടുപിടിക്കാൻ അതിങ്ങനെ കിടക്കും. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു വിശ്വാസി മോശപ്പെട്ട കാര്യങ്ങൾ പറയരുത്. പറഞ്ഞ എന്തിന്, ഏത് സാഹചര്യത്തെന്നറിയാമോ? പ്രത്യാശയോടെ ജീവിതത്തെ നോക്കണം. എല്ലാം ദൈവം ശരിയാക്കി തരും. അങ്ങനത്തെ അഫിർമേറ്റീവായ കാര്യങ്ങൾ പറയണം, പോസിറ്റീവായ കാര്യങ്ങൾ പറയണം, എൻകറേജിങ് ആയ കാര്യങ്ങൾ പറയണം. അങ്ങനെ നമുക്ക് പ്രത്യാശ തരുന്നോ. അപ്പോൾ എപ്പോഴും പറയും ശരിയാവും, സാരമില്ല, വിഷമിക്കണ്ട, കർത്താവ് സഹായിക്കും, ധൈര്യമായിരിക്കും. ചില ആളുകൾ വന്നാൽ തന്നെ ഭയങ്കര പോസിറ്റീവ് എനർജി അല്ലേ. ചില ആളുകൾ വന്നാൽ തന്നെ നമ്മുടെ ഉള്ള ഊർജ്ജോടെ പോവും. അത് കറക്റ്റാണത്. നിങ്ങൾക്ക് അനുഭവം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കറക്റ്റാണത്. ചില ആളുകൾ വന്നാൽ തന്നെ നമുക്ക് ദേഷ്യം വരാൻ തുടങ്ങും. കാര്യം എന്താണ്? ഇത് അച്ചട്ടാണത്. ഞാൻ ഒരു ഉദാഹരണം പറയാം, പോട്ടെ, ഇത് നിയമാവർത്തനൊക്കെ അവിടെ നിൽക്കട്ടെ, ആദ്യം ഇത് മനസ്സിലാക്കുക. അതായത് നമ്മുടെ ഉള്ളിൽ സ്നേഹമാണെങ്കിൽ നമ്മുടെ അടുത്ത് വരുന്നവരിലും ആ സ്നേഹം അങ്ങനെ തന്നെ സ്നേഹം തന്നെ ഉണ്ടാവും. ഒരാളിങ്ങനെ ഭയങ്കര വെറുപ്പും വിദ്വേഷമൊക്കെ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ അങ്ങനെ തന്നെ വരും. ഞാൻ ഒരിക്കലും ഒരു സ്ഥലത്ത് ഞങ്ങൾ ധ്യാനിപ്പിക്കാനായിട്ട് ചെന്നിറങ്ങുമ്പോൾ എനിക്ക് ഈ പോൾ സമ്പദറിനെ തല്ലിയാൽ കൊള്ളാമെന്ന് തോന്നും. ഈ പുള്ളി അങ്ങ് തല്ലിയാലെന്താ എനിക്ക് തോന്നുകയാണ്. അത്രയും നേരം ഞങ്ങൾ വണ്ടിയിൽ സന്തോഷമായിട്ട് സമാധാനമായിട്ട് പോയി അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് പുള്ളിക്കൊട്ട് ഒട്ടി കൊടുത്തെന്താണ്. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, ഞാനെന്താ ഇങ്ങനെ ചിന്തിക്കുന്നത്? അദ്ദേഹം എനിക്കിട്ട് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. ഞാൻ വിചാരിക്കണം ഈ പുള്ളി അങ്ങ് ഇടിച്ചാൽ എന്താണ്, കീബോർഡും കൊണ്ട് പോകുമ്പോൾ പുറകിൽ നിന്നൊരു ഇടി കൊടുത്താൽ എന്താണ്. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, എനിക്കെന്താ ഇങ്ങനെ വരുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം എന്നോടൊന്നും പറഞ്ഞുമില്ല, എന്നോടൊന്ന് തെറ്റ് കാണിച്ചുമില്ല, എന്നെ കോക്കറി കാണിച്ചില്ല, പുറകിൽ നിന്ന് കളിയാക്കിയില്ല, ഒന്നും ചെയ്തിട്ടില്ല. അയ്യോ, അപ്പം എല്ലാം ഇങ്ങനെ ഇത് ഇവിടെ നോക്കുന്നത് ഇങ്ങനൊക്കെ ദേഷ്യം വരികയാണ്. അപ്പം ഞാൻ അവിടെ നിന്ന് ഇനി സുഖമില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് മാറി. അല്ലെങ്കിൽ ഞാൻ ഈ പുള്ളിയെ വലിയ ഇടിച്ചാൽ തന്നെ ചെയ്യും, വീട്ടുകാരെല്ലാം കൂടെ വന്ന് എന്നെ കഴുത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഞാൻ ആലോചിച്ച് നോക്കി, ഞാൻ എൻ്റെ ഉള്ളിൽ എന്ത് ഇറിറ്റേഷൻ വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിറങ്ങിയപ്പോൾ ഒരു ആൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്ന് നിൽപ്പുണ്ട്. ഇതെല്ലാം സാധനമൊക്കെ എടുക്കാനൊക്കെ സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ടൊക്കെയാണ് നിൽക്കുന്നത്. ഈ ധ്യാനം തീരുന്നതിന് മുമ്പ് ഈ വ്യക്തിയോട് ഞാൻ സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, 35 വർഷമായിട്ട് ആ വ്യക്തിയുടെ സഹോദരനുമായി കടുത്ത വൈരാഗ്യത്തിലും പിണക്കത്തിലുമാണ്. ഈ ടീമാണ് ബാഗ് ചുമക്കാൻ വന്നിരിക്കുന്നത്. പിടിയിട്ടുന്നുണ്ടോ? ആ ഒരാൾ വന്ന് നിൽക്കുമ്പോൾ ആ എനർജി നമ്മളെ സ്വാധീനിക്കാം. മനസ്സിലായോ? നമുക്ക് മനസ്സിലാവുന്നില്ല. എനിക്കത് മനസ്സിലായില്ല, വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. അന്ന് എനിക്കത് പിടിയിട്ടില്ല, എന്താ അത് കാര്യം. ഇന്നിപ്പോൾ ഇതാണ്. അപ്പം നമ്മുടെ ഉള്ളിൽ നല്ല സ്നേഹമുള്ള ഒരാൾ അടുത്ത് വന്ന് നിന്നാൽ അപ്പം തന്നെ ആ സ്നേഹം കിട്ടും. ഇതുപോലെ തന്നെയാണ് അന്തരീക്ഷത്തിലും ഈ ഒരു ശക്തിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാമോദീസ സ്വീകരിച്ച് കർത്താവിനെ ഉള്ളിൽ വസിക്കുന്ന നമ്മുടെ ഉള്ളിൽ ആ കൃപയാണ് നിറഞ്ഞിരിക്കുന്നതെങ്കിൽ ആ കൃപ പെട്ടെന്ന് മറ്റുള്ളവരെ സ്വാധീനിക്കും. തിന്മയാണ് നിറഞ്ഞിരിക്കുന്നത്, ആ തിന്മയുടെ ഒരു സ്വാധീനം അത് നമ്മളെ വിഴുങ്ങിക്കളയത്തൊന്നുമില്ല. പക്ഷെ നമുക്കതിൻ്റെ ഇങ്ങനെ വന്നിട്ട് ആ കാറ്റടിക്കും. അപ്പോൾ ഒരാൾ കുളിക്കാൻ നിന്നാൽ മണമടിക്കുന്ന പോലെ ഇത് അടിക്കും. മനസ്സിലായോ? പിടികിട്ടിയോ?
അത് പറഞ്ഞപ്പോൾ എല്ലാവർക്കും പിടികിട്ടി. കുളിക്കാതെ വന്നവർക്കെല്ലാം അത് മനസ്സിലായി. നിങ്ങളെ ഉദ്ദേശമല്ല. അപ്പോൾ എന്ത് പറഞ്ഞപ്പോഴേ ഇത് പറഞ്ഞേ? അപ്പോൾ നമുക്കൊരു തീരുമാനം എടുക്കണം. എന്താണ്? നമ്മൾ മോശപ്പെട്ട ഒരു വാക്ക് പറയരുത്. ഇത് ശരിയാവില്ല എന്ന് പറയരുത്. മനസ്സിലായോ? എന്താ പറയേണ്ടത്? ഇത് ശരിയാവും. മുമ്പേ ബാറക്കുമോ കുറിയേ ലൈസോ ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. എല്ലാ മക്കളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് ആരാധിക്കുന്നു. എല്ലാ യുവതീവാക്കന്മാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആലയത്തിൽ വന്നുകൂടിയിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ശക്തി ദേശം മുഴുവനിലേക്ക് ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കളെല്ലാം ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തിയോടെ 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 ഉച്ചത്തിൽ വിളിച്ച ഈശോയേ, ഈശോയേ. കരങ്ങളടിച്ച് ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. കരമുയർത്തി ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ദാനിയേലേപ്പോൽ സഹനത്തിലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. ദാവീദിനെപ്പോൽ എന്നെ ഞാൻ മറന്നിട്ടും ആരാധിക്കും എൻ്റെ ദൈവത്തെ. സന്തോഷം വന്നാലും സന്താപം വന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. സന്തോഷം വന്നാലും സന്താപം വന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. കരമുയർത്തി ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ
ശക്തിയോടെ ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ഉച്ചത്തിൽ വിളിക്കട്ടെ ഈശോയെ. എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവിന്റെ ശക്തി ഓരോ ജീവിതത്തിലും നിറയാൻ നന്നായി ആഗ്രഹിക്കുക. കർത്താവേ, അങ്ങനെക്ക് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ജീവിതം, എന്നിലൂടെ അങ്ങ് ആഗ്രഹിക്കുന്ന ഒരു ജീവിതം, എന്നിലൂടെ പൂർത്തിയാകേണ്ട അങ്ങയുടെ പദ്ധതി കർത്താവേ, ഞാൻ ചെയ്യാൻ വേണ്ടി അവിടുന്ന് മുൻകൂട്ടി ഒരുക്കിയിരിക്കുന്ന ദൈവിക പദ്ധതികൾ അവയെല്ലാം പൂർത്തിയാകാൻ കർത്താവേ, അങ്ങയുടെ പരിശുദ്ധമായ കരം എന്റെ മേൽ വെക്കണമേ. തിരുവോസ്തിയിൽ നിന്ന്, വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി ഒഴുകണമേ. എന്നെ അവിടുന്ന് വീണ്ടെടുക്കണമേ. സാവൂളിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നതുപോലെ എന്റെ മേൽ ആത്മാവ് ഇറങ്ങി വരണമേ. ഞാനൊരു പുതിയ വ്യക്തിയായി മാറണമേ. എന്നെ അടിമപ്പെടുത്തുന്ന ബന്ധനങ്ങൾ, സാംസന്റെ മേൽ ആത്മാവ് ഇറങ്ങി വന്നപ്പോൾ അവനെ ബന്ധിച്ചിരുന്ന കയറ് പൊട്ടി വീണതുപോലെ ആ ബന്ധനങ്ങൾ തകരണമേ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയേ. ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയേ. കരങ്ങളടിച്ച് ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു ദൈവപിതാവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു ദൈവപിതാവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു ദൈവപിതാവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു പരിശുദ്ധാത്മാവിനെ ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. ഹൃദയം നൊന്ത് വിളിച്ച ഈശോയേ. തിരുശരീരത്തിൽ നിന്നും തിരുരക്തത്തിൽ നിന്നും ഒഴുകുന്ന ദൈവിക ജീവൻ യുവതീവാക്കന്മാരുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ ഇപ്പോൾ ഒഴുകിയിറങ്ങണമേ. കാൽവരി കുരിശിൽ നിന്ന് മാനവരാശിയെ വീണ്ടെടുക്കാൻ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവം പുത്രന്റെ രക്തമൊഴുക്കിയത് ഈ ജനത്തിന്റെ മേൽ വിടുതലായി മാറട്ടെ. സകല ബന്ധനങ്ങളെ തകർക്കുന്ന ദൈവത്തിന്റെ ശക്തി ഈ കുടുംബങ്ങളുടെ മേൽ ഇപ്പോൾ ഒഴുകിയിറങ്ങട്ടെ. കാൽവരി കുരിശിൽ നിന്നൊഴുകിയ തിരുരക്തത്തിന്റെ ശക്തി കുടുംബങ്ങളിൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ. പിശാചിന്റെ സകല തന്ത്രങ്ങളെയും സാത്താൻ ഒരുക്കുന്ന കെണികളെയും തകർത്ത് കളയുന്ന അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി ഈ മക്കളിൽ ഇപ്പോൾ വന്ന് നിറയട്ടെ. ശരീരം ബലം പ്രാപിക്കട്ടെ. രോഗപീഠകൾ വിട്ടുമാറട്ടെ. ആത്മീയ അഭിഷേകം വെളിപ്പെടട്ടെ. വരദാനങ്ങൾ തുറക്കപ്പെടട്ടെ. ആത്മാവ് ജ്വലിക്കട്ടെ. സുവിശേഷത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ കൃപ നിറയട്ടെ. ദേശദേശാന്തരങ്ങളിൽ കർത്താവിന്റെ സാക്ഷികളായി ഈ മക്കളെ മാറട്ടെ. ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയേ. കരങ്ങളടിച്ച്
കരങ്ങൾ ഉയർത്തിയടിച്ച് ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. 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 ഹല്ലേലൂയ 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 ഉച്ചത്തിൽ ഹല്ലേലൂയ 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 ഉച്ചത്തിൽ ഹല്ലേലൂയ 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 ആവർത്തിച്ച് പാടിക്കേ എല്ലാവരും എല്ലാവരും ഒരുമിച്ച് പാടിക്കേ. എല്ലാവരും അടച്ച് വലിയ അഭിഷേകത്തോടെ ഉച്ചത്തിൽ പാടിക്കേ. പിതാവേ നന്ദി, പുത്രനേ നന്ദി, റുഹായേ നന്ദി, ഹല്ലേലൂയ. 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 ഹല്ലേലൂയ 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 കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് എല്ലാ മക്കളും പ്രാർത്ഥിക്കുക. വ്യക്തിപരമായി ഓരോരുത്തരെയും കർത്താവിൻ്റെ സ്നേഹം മാടി വിളിക്കുന്നുണ്ട്. കർത്താവിൻ്റെ സ്നേഹം വ്യക്തിപരമായി ഓരോരുത്തരിലേക്കും കടന്നു വരുന്നുണ്ട്. ഒരാൾക്കൂട്ടത്തിൽ പൊതുവായ ഒരു അനുഗ്രഹമല്ല, വലിയൊരു ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ പൊതുവായി വർഷിക്കപ്പെടുന്ന ഒരു അഭിഷേകമല്ല, ഒറ്റയ്ക്കൊറ്റയ്ക്ക്. പെന്തക്കോസ്താ തിരുനാളിൽ ആത്മാവ് വന്ന് നിറഞ്ഞപ്പോൾ അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ പൊതുവായി വന്നു നിൽക്കുന്നതല്ല അവർ കണ്ടത്. അവർ ഓരോരുത്തരുടെ മേലും വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. ഓരോരുത്തരുടെ മേലും, ഈ ആലയത്തിലായിരിക്കുന്ന ഓരോ മകൻ്റെ മേലും, ഓരോ മകളുടെ മേലും ഈ അഭിഷേകം, ഈ ദൈവ സാന്നിധ്യം, കർത്താവിൻ്റെ വാത്സല്യം അത് വന്ന് നിറയുന്നുണ്ട്. അത് വിശ്വസിച്ചുകൊണ്ട് കണ്ണടച്ച് എല്ലാ മക്കളും ദിവ്യകാരുണ്യത്തിൽ നിന്നും അപരിമയമായ ദൈവത്തിൻ്റെ ശക്തിയും സ്നേഹവും കരുണയും എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകി വരുന്നുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുക. കർത്താവെ, എന്നിലൂടെ പൂർത്തിയാകാൻ അങ്ങ് ആഗ്രഹിക്കുന്ന ദൈവിക പദ്ധതി പൂർത്തിയാകുവാനായി ഇതാ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. എല്ലാ മക്കളും ഹൃദയത്തിൽ പ്രകാരം പ്രാർത്ഥിക്കണം. മറ്റൊന്നും ശ്രദ്ധിക്കരുത്, ഇങ്ങനെ മാത്രം പ്രാർത്ഥിക്കണം. കർത്താവെ, എന്നിലൂടെ പൂർത്തിയാവേണ്ട ദൈവിക പദ്ധതി പൂർത്തിയാകുവാൻ ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. ഈ സമർപ്പണം പൂർണ്ണമായിരിക്കണം. കർത്താവിനോട് പറയണം, ആ വഴികൾ എനിക്കറിയില്ല, എങ്ങനെയാണ് അങ്ങനിലൂടെ പ്രവർത്തിക്കാൻ പോകുന്നത് എന്നെനിക്കറിയില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നെനിക്കറിയില്ല, ഞാൻ എവിടേക്കാണ് പോകേണ്ടത്
ഞാൻ എങ്ങനെയുള്ളൊരു ജീവിതമാണ് നയിക്കേണ്ടത്, അതെനിക്കറിയില്ല. കർത്താവേ, അങ്ങനെ നയിക്കണം, അങ്ങ് എനിക്ക് വഴി തുറന്നു തരണം. ജോബ് 42:2. കർത്താവേ, അങ്ങേക്കെല്ലാം സാധ്യമാണെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശത്തെയും ആർക്കും തടയാനാവില്ലെന്നും ഞാൻ അറിയുന്നു. അങ്ങയുടെ യാതൊരു ഉദ്ദേശത്തെയും ആർക്കും തടയാനാവില്ലെന്നും ഞാൻ അറിയുന്നു. നമ്മൾ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കണം. ഈ സമയത്ത് പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് നമ്മളെ ആശീർവദിക്കുന്ന സമയത്ത് 2 കരങ്ങളും യേശുവിലേക്ക് തുറന്നു പിടിക്കാം. സ്വർഗത്തിൽ നിന്ന് കൃപയൊഴുകാൻ ആഗ്രഹിക്കാം. ആത്മാവിൻ്റെ ശക്തി ഇറങ്ങാൻ ആഗ്രഹിക്കാം. ദൈവമേ, അങ്ങനെ നയിക്കണമേ എന്ന് ആഗ്രഹിക്കുക. നമ്മൾ വലിയ സ്വരത്തിൽ പ്രാർത്ഥിക്കുന്നില്ല. പ്രിയപ്പെട്ട മക്കളെ, കരങ്ങൾ തുറന്നു പിടിച്ച് നിങ്ങൾ ചെറിയ സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുക, സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ചെറിയ സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ടേയിരിക്കുക. കർത്താവിൻ്റെ ആത്മാവ് എന്നെ നയിക്കാൻ ആഗ്രഹിക്കുന്ന വഴിയിലേക്ക് ദൈവമേ കടന്നു പോകാൻ കൃപ എനിക്ക് തരണം, കൃപ എനിക്ക് തരണം, അഭിഷേകം എനിക്ക് തരണം, ശക്തി കൊണ്ട് എന്നെ നിറയ്ക്കണം. അത് ആഗ്രഹിച്ച് 2 കരങ്ങൾ തുറന്നു പിടിച്ച് അത് ആഗ്രഹിച്ച് കർത്താവേ, അങ്ങനെ നയിക്കാൻ ആഗ്രഹിക്കുന്ന വഴിയിൽ സഞ്ചരിക്കാനുള്ള കൃപ എനിക്ക് തരണം, അങ്ങനെ തിരഞ്ഞെടുക്കണം. അങ്ങ് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വഴി ദൈവമേ, അതെന്തു തന്നെയാണെങ്കിലും ആ വഴിയിൽ കടന്നു പോകാനും ജീവിക്കാനുമുള്ള ധൈര്യം തരണം, വഴി തുറന്നു തരണം. ഈ ആഗ്രഹത്തോടെ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ.